ഓം രാമായണത്തിൻ്റെ കീർത്തിസ്തംഭങ്ങൾ ഭാഗം 18. ആത്മഭാവങ്ങളെ പ്രണാമം. രാമായണത്തിൽ ഏറ്റവും മാനസികമായ സംഘർഷം നിറഞ്ഞ ഒരു അവസ്ഥയാണ് രാമൻ്റെ വനയാത്ര ആരംഭം. ശ്രീ സീതാരാമലക്ഷ്മണന്മാർ ഗംഗാതീരത്തുള്ള ശൃംഗിവേരപുരത്തെത്തി. സുപ്രഭാതം. ഗംഗാസ്നാനം നടത്തി. ശരീരത്തിനും മനസ്സിനും പൂർവാധിക ഉന്മേഷവും ചൈതന്യം ലഭിച്ചു. രാമ ദർശനത്തിനായി നിഷാദകുമാരൻ പരിവാരസമേതം ഓടിയെത്തുന്നു. രാമപാദങ്ങളെ നമസ്കരിച്ചു. രാമൻ ഗുഹനെ ആലിംഗനം ചെയ്തു. അപ്പോൾ ഗുഹനുണ്ടായ ആനന്ദ നിർവൃത്തി അവാച്യമാണ്. അയോധ്യയിലെ സംഭവങ്ങളെല്ലാം ഗുഹൻ അറിയുന്നു. ദുഃഖമുണ്ടായി, പരിതപിച്ചു. രാമഭക്തനായ ഗുഹൻ ഫലമൂലാദികൾ നൽകി ആദരപൂർവം സത്കരിച്ചു. ഭക്തി പാരിവശ്യത്തോടെ പുഷ്പാർച്ചന നടത്തി. രാമാദികൾ സംപ്രീതരായി. ഗുഹകുമാരനെ സമീപത്തിലിരുത്തി രാമൻ പറഞ്ഞു, തപോവന ജീവിതം കൊണ്ട് സ്നേഹസമ്പന്നരായ ഭവാന്മാരുടെ സമ്പർക്കം, ഋഷീശ്വരന്മാരുടെ സത്സംഗം, പ്രകൃതി ഭംഗി ആസ്വാദനം മുതലായവ ലഭ്യമാകുന്നു. ജനകജയെ, സീതാദേവിയെ സ്ത്രീ ധർമ്മമാണ് തപശ്ചര്യയ്ക്ക് പ്രേരിപ്പിച്ചത്. ദർശന, സ്പർശന, സാമീപ്യ, സമ്പർക്ക സൗഭാഗ്യം രാമാദികളിൽ നിന്ന് ലഭിച്ച ഗുഹനും കൂട്ടുകാരും വികാരതരളിതരായും. സംശുദ്ധമായ മനസ്സ്, മധുരോദാരമായ വാക്കുകൾ, പരോപകാരപ്രദമായ കർമ്മങ്ങൾ, ഇവയാണ് സൃഷ്ടിയുടെ ഉത്തമ സന്താനങ്ങളായ മനുഷ്യരും ദേവന്മാരുമാക്കി ഉയർത്തുന്നത്. നാം ഒരേ ദൈവത്തിൻ്റെ സന്താനങ്ങളാണ്. ഇത്തരം സാരോക്തികൾ ശ്രീരാമചന്ദ്രനിൽ നിന്നും ഗുഹന് കേൾക്കാൻ സൗഭാഗ്യമുണ്ടായി. തൻ്റെ ജന്മസാഫല്യം എന്ന് കരുതുന്നു. ആനന്ദാനുഭൂതി. ലക്ഷ്മണനും ഗുഹനും സുമന്ത്രരും രാമൻ്റെ ശീല സദ്ഗുണങ്ങൾ വാഴ്ത്തി ആനന്ദിച്ചു. ജടാവൽക്കലധാരികളായ രാമലക്ഷ്മണന്മാരെ, ദശരഥപുത്രന്മാരെ, നിഷാദരാജ്യം മുഴുവനും ഗുഹൻ സമർപ്പിക്കുന്നു, രാമപാദങ്ങളിൽ അർപ്പിക്കുന്നു. വിനയാദരപൂർവം രാമനത് തിരിച്ച് ഗുഹനെ തന്നെ ഏൽപ്പിക്കുന്നു. സത്ഭരണം അനുഗ്രഹിച്ചു, ആശ്വസിപ്പിച്ചു. ദുഃഖിതനായി സുമന്ത്രർ അയോധ്യയിലേക്ക് മടങ്ങി. സമസ്ത ഐശ്വര്യങ്ങളുടെയും വിളനിലമായ മിഥിലയിലും വിഭവസമൃദ്ധമായ അയോധ്യയിലും ലഭിക്കാത്ത ശാന്തിയാണ് തപശ്ചര്യയോടുകൂടിയ വനവാസം കൊണ്ട് എനിക്ക് ലഭ്യമാകുന്നത് എന്ന് സീതാദേവി പറഞ്ഞു. അഭിരാമമായ മനം തളിർത്തു. ദുഃഖിതനെങ്കിലും സുമന്ത്രർ ദർശന
ഭാഗ്യം രാമാദികളിൽ നിന്നും ഉണ്ടാകുന്നു. രാമപാദങ്ങൾ വന്ദിച്ചു, വിടവാങ്ങി. ഗംഗാ തരണത്തിന് ഗുഹൻ തോണി കൊണ്ടുവന്നു. തോണിയിൽ കാൽ വയ്ക്കുന്നതിന് മുൻപായി ശിലാരൂപിയായ അഹല്യയെ പാപമുക്തമാക്കിയ ആ മഹാസംഭവത്തെ ഓർമ്മിപ്പിക്കുകയും തൻ്റെ സംശയം ഗുഹൻ നർമ്മരസത്തോടെ ഇപ്രകാരം പ്രകടിപ്പിച്ചു: അങ്ങയുടെ ദിവ്യതയാൽ ഈ മരത്തോണിയും രൂപാന്തരം പ്രാപിച്ച് സ്ത്രീയായാൽ തൻ്റെ കുലത്തൊഴിലും കുടുംബ വ്യവസ്ഥയും നഷ്ടപ്പെടും. ഭക്തിയോടുകൂടിയ ഗുഹൻ്റെ ഈ നർമ്മം രാമന് വളരെ സന്തോഷം ജനിപ്പിച്ചു. ഗംഗാജലം കൊണ്ട് രാമപാദം കഴുകുക. മഹാവിഷ്ണുവിൻ്റെ പാദസ്പർശനത്തിന് ആ അനുഭൂതിയാണ് രാമചന്ദ്ര പ്രക്ഷാളനം കൊണ്ട് ഗുഹന് ലഭ്യമായത്. തുടർന്നുള്ള വനയാത്ര പ്രയാഗ്, ഭരദ്വാജാശ്രമം, വാൽമീകിയാശ്രമം, ചിത്രകൂടം, സുമന്ത്രരുടെ തിരിച്ചുപോക്ക്, രാജസഭ, ചിത്രകൂടത്തെ രാമഭരത കൂടിക്കാഴ്ച, ജനക മഹാരാജാവിൻ്റെ സമാഗമനം, ഭരതൻ്റെ തപശ്ചര്യ എന്നിവ കണ്ടിട്ട് ആരണ്യകാണ്ഡത്തിൽ എത്തുന്നു. ഗംഗാ യമുന സരസ്വതി സംഗമസ്ഥാനമായ ത്രിവേണി ദർശനം. രാമാദികളുടെ തപ്തമാനസത്തിന് ശാന്തിയുടെ കുളിർമ ഉണ്ടായി. പണ്ഡിതവരേണ്യനാണ് ഭരദ്വാജ മഹർഷി. അദ്ദേഹം ആദരപൂർവം രാമാദികളെ സ്വീകരിച്ചു. ആശ്രമജീവിതം കൊണ്ട് മാത്രം വനവാസോദ്ദേശ്യം സഫലമാകുന്നതല്ല. അയോധ്യാവാസികൾ ഇവിടെ രാമസമീപം വരാനും രാമസമീപം വന്നെത്തും ഇടയ്ക്കിടയ്ക്ക്. അതൊഴിവാക്കണം. അപ്പോൾ മറ്റൊരു ആശ്രമം തേടി പോകേണ്ടി വരും. കല്ലും മുള്ളും നിറഞ്ഞ കാനനങ്ങൾ, കുസുമ ഉദ്യാനങ്ങളോടെ കുസുമോദ്യാനങ്ങളാകട്ടെ എന്ന് അനുഗ്രഹിച്ചു ഭരദ്വാജൻ രാമാദികൾക്ക് യാത്ര നൽകി. യമുനാ നദി കഴിഞ്ഞു, തരണം ചെയ്തു. പ്രശാന്തചിത്തരായി ജടാവൽക്കലധാരികളായ രാമ ലക്ഷ്മണന്മാരും കാഷായ വസ്ത്രം ധരിച്ച സീതാദേവിയും വാൽമീകീയ ആശ്രമത്തിൽ എത്തി. മഹർഷിയെ ഭക്ത്യാദരപൂർവം വന്ദിച്ചു. ജന്മനാ ബ്രാഹ്മണൻ, അഗ്നിശർമ്മൻ, കർമ്മം കൊണ്ട് കൊള്ളക്കാരനായ രത്നാകരനായി ഭാര്യയും കുട്ടികളുമായി കഴിയുന്ന അവസ്ഥ തികച്ചും യാദൃശ്ചികം. ഒരു നാൾ അത്രി, പുലഹൻ, പുലസ്ത്യൻ, ക്രതു, അങ്കിരസ്, വസിഷ്ഠൻ, മരീചി എന്ന നിർഭയരായ സപ്തഋഷിമാരുടെ മുന്നിൽ പരിങ്ങിപ്പോയ രത്നാകരൻ ഭാര്യയുടെ മറുപടി ഇപ്രകാരം ബോധിപ്പിച്ചു: അവശ്യം അനുഭോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം. പാപങ്ങൾക്ക് കുടുംബാംഗങ്ങൾ പങ്കാളികളാകുന്നില്ല. താൻ ചെയ്യുന്ന കർമ്മങ്ങൾ
താൻ അനുഭവിക്കും. ഭാര്യയുടെ ഈ മറുപടി രത്നാകരന് ഒരു വഴിത്തിരിവായിട്ട് മാറുന്നു. ഋഷിമാർ രാമമന്ത്രം ഉപദേശിച്ചു. അത് ഉപാസിച്ച് പൂർണ്ണപ്രജ്ഞനായി ശരീരമാകുന്ന വന്മീകത്തിലിരുന്ന ആത്മാവാകുന്ന വാത്മീകി പുറത്തു വരുന്നു. ഋഷിമാരാണ് ആ നാമം നൽകിയത്. വാത്മീകി എന്നുള്ള നാമം തന്നെ. തപസ്സിദ്ധിയാൽ രാമാദികളെ അനുഗ്രഹിച്ചു വാത്മീകി മഹർഷി. പാതകം പ്രദാനം ചെയ്തു. സ്മരണയ്ക്കായി ഉപഹാരമായി വാത്മീകി മഹർഷി രാമന് കൊടുത്തു. തുടർന്നുള്ള തപസ്സിന് ചിത്രകൂടം നിർദ്ദേശിച്ചു. അവിടം അത്രിയാദി ഋഷിമാരുടെ തപോഭൂമിയാണ്. സിദ്ധപുരുഷന്മാരുടെ സത്സംഗം, ദിവ്യോപദേശം, സ്നേഹപൂർണമായ സേവനം, മധുരമായ സംഭാഷണം സീതാരാമന്മാർക്ക് ഏറെ ഇഷ്ടമായി. പരിശുദ്ധിയുടെ പരിവേഷണഞ്ഞ ആ മൂവരും പുരാണ കഥകൾ കേട്ടും കേൾപ്പിച്ചും പാരായണം ചെയ്തും ഏവർക്കും നവചൈതന്യവും ദിവ്യാനന്ദവും ചിത്രകൂടത്തിൽ നിന്നും ലഭ്യമായിരുന്നു. രാമനെ അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഭരതാദികൾ സുമന്ത്രരുടെ നേതൃത്വത്തിൽ ചിത്രകൂടത്തിലെത്തുന്നു. വളരെ ഹൃദയസ്പർശമായ രംഗമാണ് അവിടെ അനുഭവിക്കാൻ കഴിഞ്ഞത്, ദർശിക്കാൻ കഴിഞ്ഞത്. അച്ഛനമ്മമാരെ മഹാ ദുഃഖത്തിൽ ആഴ്ത്തിയ സംഭവം, രാമവിയോഗം. സുമന്ത്രർ അച്ഛനമ്മമാരെ സമാശ്വസിപ്പിക്കണം. രാജ്യകാര്യങ്ങളിൽ ഭരതനെ സർവാത്മന സഹായിക്കണം. അയോധ്യയെ മാതാവായും പ്രജകളെ സുഹൃത്തുക്കളായും സ്വജനങ്ങളായും കരുതുക തുടങ്ങിയ രാമോപദേശം എത്ര ഹൃദ്യമാണ് സുമന്ത്രർക്ക് നൽകിയത്. വേദജ്ഞനും ധീരനും വിവേകവുമായ സുമന്ത്രർ ചിന്തിക്കുകയാണ്, പ്രജകളെ ഞാൻ എങ്ങനെ സമാശ്വസിപ്പിക്കും? ഏത് വാക്കുപയോഗിച്ചവരെ ശാന്തരാക്കാൻ കഴിയും? ദശരഥൻ്റെ കൗമാരപ്രായം, നേമി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സരസ്വതീ തീരം വേട്ടയാടി നടന്നു. യാമിനീ വേള, ബ്രാഹ്മമുഹൂർത്തം. ഒരു ധ്വനി കേട്ടു. കാട്ടാനയെന്ന് തെറ്റിദ്ധരിച്ചു. ശബ്ദവേദീശ്വരം പ്രയോഗിച്ചു. ഒരു മുനികുമാരൻ്റെ ദീനരോദനം. അന്ധരായ മാതാപിതാക്കളുടെ ഏക ആശ്രയം, അവലംബം, രക്ഷ. ആ ശ്രാവണൻ്റെ ചിതയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു മഹാശാപം നേമിക്ക് കൊടുത്തു. കുമാര, നേമി, നീയും ഒരു നാൾ പുത്രശോകം കൊണ്ട് മൃത്യുവിന് ഇരയാകും. നീറി പുകഞ്ഞ് മരിക്കും. ആ ശാപത്തിൽ ഒരു ശുഭസൂചന കൂടിയുണ്ട്. ദശരഥന് പുത്രനുണ്ടാകും എന്ന ഈ രഹസ്യം വസിഷ്ഠന് അറിയാമായിരുന്നു, ആ ശാപരഹസ്യം. തുടർന്ന് പിതൃമരണം. ഭരതാദികൾ കേകയിൽ നിന്ന് വളരെ വേഗം അയോധ്യയിലെത്തി. വിവരങ്ങളെല്ലാം അറിഞ്ഞു. കൈകേയിക്ക് ജീവിതാന്ത്യം വരെ പശ്ചാത്താപ ദുഃഖം ഉണ്ടാക്കാൻ
ഇടവരുത്തി. ഭരതാദി ചിത്രകൂടത്തിലേക്ക് പുറപ്പെടുന്നു. രാമനെ തിരികെ അയോധ്യയിൽ കൊണ്ടുവരും. പട്ടാഭിഷേക അവിടെ വെച്ച് തന്നെ, ആ കാനനത്തിൽ വെച്ച് തന്നെ നടത്തും, ചിത്രകൂടത്തിൽ. എന്നാൽ പിതൃസത്യം നിറവേറ്റാൻ ധർമ്മധീരനായ ധർമ്മവിഗ്രഹനായ രാമൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അച്ഛൻ്റെ ആജ്ഞ പാലിക്കണം. പുത്രന്മാരായ നമ്മളുടെ എല്ലാവരുടെയും കടമയാണ്, കർത്തവ്യമാണ്, പുത്രധർമ്മമാണത്. കൈകേയിക്ക് പിതൃഋണമുക്തിയും വരുത്തണം. എല്ലാം നിയതിയുടെ നിശ്ചയം. രാമപാദകങ്ങൾ ഭരതകുമാരൻ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് നന്ദിഗ്രാമത്തിൽ 14 സംവത്സരം ഉഗ്രമായ തപസ്സനുഷ്ഠിച്ചു. നിർഗുണബ്രഹ്മമായി ശ്രീരാമനെ ധ്യാനിച്ചു തപസ്സനുഷ്ഠിച്ചു. അവസാനം രാവണവധം കഴിഞ്ഞ് സീതാസമേതം രാമാദി അയോധ്യയിലെത്തി പട്ടാഭിഷിക്തനാകുകയും ചെയ്യുന്നു. സുഖപര്യവസായിയാണ് അവിടെ രാമായണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വസ്ത്യസ്തു ശുഭമസ്തു സന്തു മംഗളശതാനി.